നമസ്കാരം. തിരിച്ചടിയുടെ മുഖവും ഭാവവും രീതിയും ഒക്കെ മാറുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളാണ് ആക്രമിക്കുന്നതെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഈ തിരിച്ചടി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. അതോടെയാണ് ഒരുമിച്ച് ഇറാനെ നേരിടാൻ GCC രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നത്. അങ്ങനെ ഒരു സംഭവ വികാസം കൂടി സംഭവിച്ചാൽ അത് മറ്റൊരു വലിയ ദുരന്തത്തിൽ തന്നെയാവും കലാശിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ ഒരുമിച്ച് നീങ്ങാൻ GCC വിദേശകാര്യമന്ത്രിമാരെടുത്ത തീരുമാനം പശ്ചിമേഷ്യയിലെ സുരക്ഷാ രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവാൻ മാറിപ്പോവുകയാണ്. വീഡിയോ കോൺഫറൻസിലൂടെ ചേർന്ന യോഗത്തിൽ ആവശ്യമെങ്കിൽ ശക്തമായ തിരിച്ചടി ഉൾപ്പെടെ സ്വയം പ്രതിരോധത്തിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചത് മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയുടെ ഗൗരവം എന്താണ് എന്ന് വ്യക്തമാക്കും. ഈ പ്രഖ്യാപനം വെറും നയതന്ത്ര പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. ഭാവിയിൽ സൈനികവും സാമ്പത്തികവുമായ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വാതിൽ തുറക്കുന്ന സംഭവ വികാസമായി ഇതിനെ വിലയിരുത്തേണ്ടി. GCC അംഗരാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിവ ഇതിനകം തന്നെ സുരക്ഷാ സഹകരണത്തിൽ ഏകോപനം പുലർത്തുന്നവയാണ്. എന്നാൽ ഇറാനെതിരെ സംയുക്തമായി സൈനിക തിരിച്ചടി ആരംഭിച്ചാൽ അത് പരിമിതമായ പ്രതികരണത്തിൽ ഒതുങ്ങാതെ വ്യാപകമായ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഇറാൻ പ്രാദേശിക തലത്തിൽ നിരവധി പ്രോക്സി കൂട്ടായ്മകളുമായി ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. അതിനാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പുറമെ യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ മേഖലകളിൽ പരോക്ഷമായ സംഘർഷം ശക്തി പ്രാപിച്ചു. ഇത്തരമൊരു സാഹചര്യം ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന കടൽപാതകളെ ബാധിച്ചാൽ അതിന്റെ ആഘാതം ലോകമൊട്ടാകെ അനുഭവപ്പെടും. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെ കടന്നുപോകും. അവിടെ സൈനിക സമ്മർദ്ദമോ കപ്പൽ ഗതാഗത തടസ്സമോ ഉണ്ടായാൽ എണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. എണ്ണവില വർധനവ് ആഗോള വിപണികളിൽ ദ്രവ്യപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. വികസനോന്മുഖ രാജ്യങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക സമ്മർദ്ദമായി മാറും. സാമ്പത്തിക മേഖലയ്ക്ക് പുറമെ രാഷ്ട്രീയ രംഗത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഗൾഫ് രാജ്യങ്ങൾ പലപ്പോഴും US-നോട് അടുത്ത സുരക്ഷാ ബന്ധം പുലർത്തുന്നവയാണ്. ഇറാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അമേരിക്കയുടെ നിലപാട് നിർണായകമാണ്. അതേസമയം റഷ്യയും ചൈനയും ഇറാനുമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങളാണ്. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം മഹാശക്തികളുടെ താൽപര്യ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. അത്തരമൊരു അവസ്ഥ ആഗോള രാഷ്ട്രീയത്തിൽ കൂടുതൽ ധ്രുവീകരണത്തിനും നയതന്ത്ര സംഘർഷങ്ങൾക്കും വഴിവെക്കുമെന്നത് സംഭവിക്കാവുന്ന വലിയ ഭീഷണിയുടെ യാഥാർത്ഥ്യമാണ്. മതപരമായും സാമൂഹികമായും മേഖലയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുന്നി ഷിയ വിഭജനം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യം ആഭ്യന്തര അസ്ഥിരതയ്ക്കും സാമൂഹിക സംഘർഷങ്ങൾക്കും കാരണമാകും. പ്രത്യേകിച്ച് മതവൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ വർദ്ധിക്കും. അതിനൊപ്പം സൈബർ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിയ ആധുനിക യുദ്ധ രീതികളും ശക്തി പ്രാപിക്കും. വൈദ്യുതി, ബാങ്കിംഗ്, ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കുകയാണെങ്കിൽ സാധാരണ ജനജീവിതം താറുമാറാം. മനുഷ്യാവകാശപരമായ പ്രത്യാഘാതങ്ങളും അവഗണിക്കാനാകില്ല. സൈനിക ഏറ്റുമുട്ടലുകൾ ശക്തമായാൽ അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ജനങ്ങൾ കുടിയൊഴിയേണ്ടി വരികയും ചെയ്യും. അഭയാർത്ഥി പ്രശ്നം രൂക്ഷമാവുകയും മാനവിക പ്രതിസന്ധി ഉയരുകയും ചെയ്യും. ഇത് സമീപ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും. ഇത്തരം എല്ലാ സാധ്യതകളും മുൻനിർത്തുമ്പോൾ സൈനിക തിരിച്ചടിക്ക് പകരം നയതന്ത്ര ഇടപെടലുകൾക്കും ബഹുപക്ഷ ചർച്ചകൾക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സുരക്ഷാ ആശങ്കകൾ യാഥാർത്ഥ്യമാണെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് വിവേകത്തോടെയും ദീർഘകാല സ്ഥിരത ലക്ഷ്യമിട്ടുമാകണം. ഗൾഫ് രാജ്യങ്ങൾ കൂടി തിരിച്ചടി ആരംഭിച്ചാൽ അതൊരു പ്രാദേശിക സംഘർഷം മാത്രമായി നിലനിൽക്കില്ല. ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ ശക്തമായ നിലപാടിനൊപ്പം സമാധാനപരമായ പരിഹാര മാർഗങ്ങൾ തേടുന്നതാണ് ലോക സമൂഹത്തിനും മേഖലയ്ക്കും ഏറ്റവും ഗുണകരമെന്ന് ചിന്തിക്കാതെ വയ്യ.